ഈ മാനങ്കര മണ്ഡലത്തിൽ ചില RJP കോമാളികൾ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു സുഹൃത്തുക്കളെ. ജനങ്ങളെ കൊല്ലുന്ന, ജനങ്ങളെ വിഘടിപ്പിക്കുന്ന, ജനങ്ങളെ നിരന്തരമായി മതവിദ്വേഷം പുലർത്തുന്ന സംഘടനയുമായിട്ട് നിങ്ങളുടെ രാഹുൽ ഗാന്ധിയും രാജീവ് പി നായരുടെ അനിഷേധ്യ നേതാവ് രാഹുലിനും എല്ലാം ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ട്, നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങളെ ജനം തള്ളിക്കളഞ്ഞു. നിങ്ങൾ ഇത് തന്നെയാണ് ബീഹാറിലും അതുപോലെ തന്നെ ഹരിയാനയിലും ബംഗാളിലും എല്ലാം ഉണ്ടാക്കുന്നത്. നിങ്ങളെ ജനം തള്ളിക്കളഞ്ഞു. അതെന്താണെന്ന് ഇതുവരെ ഞങ്ങൾക്ക് പിടിയിട്ടിട്ടില്ല. അന്വേഷിച്ചോണ്ടിരിക്കുന്നത് വെൽഫെയർ പാർട്ടി ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. മാർക്സിസത്തിന്റെ നിലപാട് മതമൗലികവാദവുമായി ബന്ധം എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് മാർക്സിസത്തിന്റെ നിലപാടല്ല, മറിച്ച് അവർക്ക് അതൊക്കെ സ്വീകാര്യമാണ്. അതുകൊണ്ടല്ലേ ദിലീപ് ഇടയ്ക്ക് BJPയുടെ സപ്പോർട്ട് ഇവർ മേടിച്ചത്? അതുകൊണ്ടല്ലേ സംഘപരിവാറിന്റെ പിന്തുണ മേടിച്ചത്? പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾ എല്ലാ കാലത്തും സംഘപരിവാറിന്റെ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. രാമേന്ദ്ര നോക്കൂ, BJP ഈ ബന്ധത്തെ കാണുന്നത് ഇതൊരു താൽക്കാലിക ബന്ധമോ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേക പ്രതിഭാസമോ ആയിട്ടല്ല. കഴിഞ്ഞ കുറേ നാളുകളായി അത് നരേന്ദ്രമോദിയെ തകർക്കാൻ അല്ലെങ്കിൽ BJPയെ തകർക്കാൻ എന്നുള്ള വ്യാജേന ഇന്ത്യയെ തകർക്കുവാൻ തന്നെ കോൺഗ്രസ് വളരെ പ്ലാൻഡ് ആയിട്ട് ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ സംഘടനകളുമായി, മത തീവ്രവാദ സംഘടനകളുമായി, രാഷ്ട്രീയ തീവ്രവാദ സംഘടനകളുമായി, ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി രാജ്യത്തെമ്പാടും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഇവിടുത്തെ ചെറിയ ചെറിയ നേതാക്കൾ മാത്രമല്ല. മാർച്ച് 11, 2019 ജെയ്ഷെ മുഹമ്മദിൻ്റെ മസൂദ് അസർ ജി എന്ന് പറഞ്ഞിട്ടാണ് ശ്രീ നമ്മുടെ കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി, രാജീവ് പി നായരുടെ അനിഷേധ്യനായ നേതാവ്, അദ്ദേഹം വിളിച്ചത് ഇദ്ദേഹത്തെ പാകിസ്ഥാൻ തീവ്രവാദി, ഇന്ത്യയെ തകർക്കാൻ താമസിക്കണേ അസർ ജി എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ച് സംസാരിച്ചത്. അതുപോലെ തന്നെ മാർച്ച് 11, 2025 റഫാൽ യുദ്ധവിമാനം തകർന്നു എന്നുകൊണ്ട് പാർലമെന്റിലെ ഒരു റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു, സംഭവം കൂടാൻ പറഞ്ഞു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ ഈ രാജ്യത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന തീവ്രവാദികളുടെ ഒരു പിന്തുണയെ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ഇന്റർനാഷണലി ആൻഡ് നാഷണലി അവരുടെ DNA ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പാകിസ്ഥാന് അനുകൂലമായ, രാഹുൽ ഗാന്ധി വായ തുറക്കുന്നത് തന്നെ ഈ പാകിസ്ഥാന്റെ പത്രമായ അവിടുത്തെ പത്രങ്ങൾക്ക് ഹെഡ്ലൈൻ ഉണ്ടാക്കുവാനാണ് എന്നുള്ള കാര്യത്തിൽ വരാം. ജില്ല എന്നുള്ള നിലയ്ക്ക് മലപ്പുറം ജില്ല 14 ജില്ലകളിൽ ഒന്നാണ് മലപ്പുറം. ആ ജില്ലയിലെ പല പഞ്ചായത്തുകളിലും 2015 മുതൽ കേരളത്തിലെ CPM-ഉം വെൽഫെയർ പാർട്ടി ഒരുമിച്ച് ഭരിച്ചിട്ടുണ്ട്, ഒരുമിച്ച് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. എന്താ സംശയകാര്യത്തിൽ? ഇതൊരു പ്രാദേശിക താല്പര്യമോ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പദ്ധതിയല്ല, മറിച്ച് ഈ രാജ്യമെമ്പാടും തീവ്രവാദ ശക്തികളുടെ ഭാഗമായിക്കൊണ്ട് അവർക്ക് കീഴടങ്ങിക്കൊണ്ട് കോൺഗ്രസ് നടത്തുന്ന ഒരു മറ്റൊരു രാഷ്ട്രീയ മുഖം BJPയെ തോൽപ്പിക്കുവാൻ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ തോൽപ്പിക്കുവാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നടത്തുന്നത്. ഇത് കേരളത്തിൽ പരസ്യമായിട്ട് അവർ ശ്രമിക്കുകയാണ്. ഇത് ബാംഗ്ലൂർ ശ്രമിച്ചിരുന്നു, മറ്റു പല സംസ്ഥാനങ്ങളിലും. ഇതിപ്പോൾ രാജു പറഞ്ഞിട്ടൊന്നും ഇത് ആദ്യമായിട്ടാണെന്ന്. ബീഹാറിലൊക്കെ നക്സലൈറ്റുകാരായിട്ട് രാഷ്ട്രീയ തീവ്രവാദമായിട്ടും മത തീവ്രവാദമായിട്ടും ഒരുപോലെ തന്നെ ഇവർ മറ്റ് സംസ്ഥാനങ്ങളിൽ BJPയെ തോൽപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ഇവിടെ ഇത് പരസ്യമായി അത് സഖ്യകക്ഷികളുടെ രൂപത്തിൽ തന്നെ അടുത്ത അസംബ്ലി ആകുമ്പോൾ ഇത് സഖ്യകക്ഷിയാവും. കാരണം രാജീവ് പി നായർ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ, വെൽഫെയർ പാർട്ടി ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ രജിസ്റ്റർ ചെയ്ത പാർട്ടിയാണ്, അതുകൊണ്ട് അതിൽ വർഗീയതയില്ല. എങ്ങനെ വർഗീയതയുണ്ടാകുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത് തുടക്കമാണ്. ഇത് ജനങ്ങളുടെ മുന്നിലേക്ക് വളരെ പതുക്കെ വെൽഫെയർ പാർട്ടിയെ വെള്ളപൂശുവാനും അതൊരു വർഗീയ സംഘടനയല്ല എന്ന് കാണിക്കുവാനും രാജീവ് പി നായരിനെ പോലുള്ള ആളുകളെ കൊണ്ട് ഇത് പരസ്യമായി ഒരു ടെസ്റ്റ് ഡോസായിട്ട് അടിച്ചു കൊടുത്ത് നോക്കുകയാണ്. ഇത് ശരിയായാൽ ഈ അടുത്ത തിരഞ്ഞെടുപ്പിൽ, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളായിരിക്കും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ പകുതിയിലേറെ. ഇപ്പൊ തന്നെ അങ്ങനെ പലരും ഉണ്ടെന്ന് നമുക്ക് സംശയമുണ്ട്. മുസ്ലിം തീവ്രവാദത്തിന്റെ അടിമകളായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ അത് നിയന്ത്രിക്കുന്ന ഈ തീവ്രവാദവും തീവ്രവാദ ശക്തികളും നിയന്ത്രിക്കുന്ന ഒരു രീതിയായിരിക്കുന്നു ഈ ഇവിടുത്തെ ഇടതുപക്ഷവും ഈ കോൺഗ്രസും എന്നും എത്രയും പെട്ടെന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഇതൊരു പൊല്ലാപ്പായി തീരും. ശിവശങ്കരൻ പറയുന്നത് ഒന്ന് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയതയെക്കുറിച്ചാണ്. ഒരു മതതീവ്രവാദ സംഘടനയുടെ രാഷ്ട്രീയ മുഖമായ BJPയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്.
ഒരു തീവ്രവാദ സംഘടന ISIS പോലെ അല്ലെങ്കിൽ അപരമത വിദ്വേഷം ഉണ്ടാക്കുന്ന മറ്റ് മുസ്ലിം മതസംഘടനകളെ പോലെ മുസ്ലിം എന്ന് പറയുന്ന ഇസ്ലാമിക് മതസംഘടനകളെ പോലെ അപരമത വിദ്വേഷം ഉണ്ടാക്കുകയും മനുഷ്യരെ തല്ലിക്കൊല്ലുകയും ചെയ്യുന്ന ഒരു തീവ്രവാദ സംഘടനയുടെ രാഷ്ട്രീയ രൂപമായ BJP ആണ് ഭരിക്കുന്നത്. SS ആയാലും ISIS ആയാലും രണ്ടും തീവ്രവാദ സംഘടനയല്ലേ? ആ തീവ്രവാദി സംഘടനയുടെ പ്രതിനിധി ഇവിടെ വന്നിരുന്നിട്ട് മറ്റൊരു തീവ്രവാദ സംഘടന എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ ശ്രമിക്കുകയാണ് ഇല്ലേ? രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യ വിരുദ്ധ ശക്തികളോടൊപ്പം കൂടി ശിവശങ്കർ അങ്ങനെയാണെങ്കിൽ അങ്ങ് അടുത്ത് വരണം, നിങ്ങളുടെ പ്രധാനമന്ത്രി കഴിവുകെട്ടവനാണ് എന്ന് അംഗീകരിക്കും ശിവശങ്കരൻ. ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇന്ത്യ വിരുദ്ധ ശക്തികളോടൊപ്പം ചേർന്നുകൊണ്ട് രാജ്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ 10 വർഷം തൊടാൻ പറ്റിയിട്ടില്ല, ഒരു FIR പോലും ഇടാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതിലും വലിയ കഴിവുകെട്ടവൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വേറെ ആരെങ്കിലും ഉണ്ടോ? ഇത്രയും കഴിവട്ടവരാണോ നിങ്ങൾ വലിയ 56 ഇഞ്ച് പറഞ്ഞുകൊണ്ട് വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം. രാഹുൽ ഗാന്ധിക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR ശിവശങ്കരൻ പറയട്ടെ. എനിക്ക് രാജു സാമാന്യമായിട്ട് വായിക്കുന്ന ആളാണ്. രാജു വായിക്കുന്ന പുസ്തകങ്ങളിലെ കണക്കൊക്കെ എനിക്കറിയാം. പക്ഷേ 1940 ഇന്ത്യ വിഭജിക്കുന്നതിന് മുമ്പ് BJP ഭരിച്ചു എന്നൊക്കെ പറയുമ്പോൾ രാജു സ്വന്തം ഒരു എന്താ പറയുക ഒരു ഐഡിയോളജി മാത്രമല്ല, സ്വന്തം ഐഡന്റിറ്റിക്ക് ഇങ്ങനെ സ്വയം പോയി തകർക്കരുത്. എന്ത് കണക്കാണ് പറയുന്നത്? ഞാൻ നിങ്ങളാണ് പറഞ്ഞത്. ഹിന്ദു മഹാസഭയും കൂടി ശരി 40 ഞാൻ പാകിസ്ഥാനിൽ ഭരിക്കുമായിരുന്നു. ഹിന്ദു അങ്ങനെയാണെങ്കിൽ താങ്കൾ നക്സലൈറ്റിനെ പിന്തുണച്ചവരാണ്. ഞാൻ 1885 മുതലുള്ള എന്റെ പാർട്ടിയുടെ ചരിത്രം പറയുമ്പോൾ ഞാൻ അതിൽ നിന്ന് വിഭിന്നമല്ലല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ നിങ്ങളുടെ ആശയടിത്താറ, നിങ്ങളുടെ ഹിന്ദുത്വം എന്ന് പറഞ്ഞ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച ഹിന്ദു മഹാസഭ ഉൾപ്പെടെ നിങ്ങൾക്ക് എങ്ങനെയാണ് വേറെയാണെന്ന് പറയാൻ പറ്റുക? നിങ്ങൾ എങ്ങനെ അപ്പൊ ജനിച്ചില്ല എന്ന് പറയാം? അപ്പൊ മറുപടി ഇല്ലാതെയാണ് അത്. മറുപടി ശ്രീ PR ശിവശങ്കർ താങ്കൾക്ക് പറയാം. ശ്രീ രാജു പി നായർ അദ്ദേഹം മറുപടി പറയട്ടെ. ശ്രീ രാജു പി നായർ ശ്രീ PR ശിവശങ്കർ പറയട്ടെ. അദ്ദേഹത്തിന് അനുവദിച്ച സമയമാണ്. അതൊന്നും രാജുവിനൊന്നും പ്രശ്നമല്ല, എന്തിലും കയറി പറയും. കാരണം അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. അല്ലല്ല രാജു, ഹിന്ദു മഹാസഭ എന്താ, RSS എന്താ, BJP എന്താന്ന് അറിയാത്ത രാജുവിനോട് ഞാൻ എന്ത് ഉത്തരം പറയാനാണ്? ഹിന്ദു മഹാസഭ ഈ പറയുന്ന പലരെ ഈ മഹാത്മാഗാന്ധിയെ കൊന്ന സമയത്ത് എവിടെയായിരുന്നു എന്നും ആ കൊന്ന ആൾ അന്നത്തെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ പെടുത്തിട്ട് നിങ്ങൾ പിടിച്ച് ഗവർണറുമായും മന്ത്രിയായും MP ആയും അതിനുശേഷം ജസ്റ്റിസുമായും അയാളുടെ മകനെ പിടിച്ച് സ്പീക്കറുമാക്കിയ പാർട്ടിയാണ് നിങ്ങൾ. ആ കഥയൊക്കെ ജനങ്ങൾക്കറിയാം. നിങ്ങൾ എഴുതുന്ന ചരിത്രം മാത്രമല്ല, ഇന്ന് ഈ പല ഈ നമ്മുടെ ഇന്റർനെറ്റിന്റെ യുഗത്തിൽ ജനങ്ങൾക്ക് പുസ്തകങ്ങൾ നെറ്റിലും കിട്ടുന്നുണ്ട്, അല്ലാത്ത പുസ്തകങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. രാജു കുറച്ച് പുസ്തകമൊക്കെ അതൊക്കെ വായിക്ക്. നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഹിന്ദു മഹാസഭ എന്താണെന്നൊക്കെ വായിക്കുന്നത് ജനങ്ങളെ കൊല്ലുന്ന, ജനങ്ങളെ വിഘടിപ്പിക്കുന്ന, ജനങ്ങളെ നിരന്തരമായി മതവിദ്വേഷം പുലർത്തുന്ന സംഘടനയുമായിട്ട് നിങ്ങളുടെ രാഹുൽ ഗാന്ധിയും രാജു പി നായരുടെ അനിഷേധ്യ നേതാവ് രാഹുലിനും എല്ലാം ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ട്, നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങളെ ജനം തള്ളിക്കളഞ്ഞു. നിങ്ങൾ ഇത് തന്നെയാണ് ബീഹാറിലും അതുപോലെ തന്നെ ഹരിയാനയിലും ബംഗാളിലും എല്ലാം ഉണ്ടാക്കുന്നത്. നിങ്ങളെ ജനം തള്ളിക്കളഞ്ഞു, ഇവിടെയും തള്ളിക്കളയും. നിങ്ങൾ എന്നാണോ ഈ മത തീവ്രവാദികളുമായി സഖ്യം ചെയ്തുകൊണ്ട് വിദേശ ശക്തികളുടെ അടിമകളായി ഇത്തരത്തിലുള്ള തീവ്രവാദികളുടെ അടിമകളായി നിൽക്കുന്നത്, അന്നത്തോളം കാലം ഒരു സംശയവുമില്ല രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ജനങ്ങൾ തള്ളിക്കളക്കും. ഒരു സംശയവുമില്ല. ഇത്തരത്തിലുള്ള മത തീവ്രവാദ ശക്തികളുടെ അടിമകളായി നിങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും നിങ്ങളാണ് ഈ തരത്തിലുള്ള വിധ്വംസക ശക്തികൾക്ക് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ രാജ്യത്ത് ജയിക്കുന്നത്. അടിസ്ഥാന വിഷയത്തിൽ നിന്ന് മാറി ഇവിടെ ചർച്ചാ വിഷയം നമ്മൾ UDF വെൽഫെയർ പാർട്ടി സഖ്യത്തെ കുറിച്ചാണ്. സന്തോഷപൂർവ്വം തന്നെ അടിച്ചോടിക്കേണ്ടതായിരുന്നു. അന്ന് ഞാനത് ചെയ്തില്ല. അതായിരിക്കും തെറ്റ്. കൊള്ളരുതാത്തവനാണെന്ന് വരുത്തി തീർന്നിട്ട് പുകച്ചു പുറത്തിയായിരിക്കാം. ഇതല്ല ഉദ്ദേശം. കുഞ്ഞുട്ടിനാശാരി ആരാന്ന് കാണിച്ചു കൊടുത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.